നമസ്കാരം. പ്രധാന വാർത്തകൾ. സഹമന്ത്രി സ്ഥാനത്തിൽ അതൃപ്തി. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന സൂചന. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് അതിജീവനാന്തകാലം റദ്ദാക്കിയേക്കും. കടുത്ത നടപടിക്കൊരുങ്ങി MVD. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് ആവേശ വിജയം. അവസാന ഓവറിൽ 3 വിക്കറ്റ് എടുത്ത് ബുംറ. വാർത്തകൾ വിശദമായി. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന സൂചനയുമായി സുരേഷ് ഗോപി. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ എന്ന തരത്തിലാണ് ആദ്യം വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനമില്ല എന്ന് വ്യക്തമാകുന്നത്. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനൊരുങ്ങി MVD. ലൈസൻസ് അതിജീവനാന്തകാലം റദ്ദാക്കിയേക്കും. ഇന്ന് ആലപ്പുഴ RTOയ്ക്ക് മുൻപാകെ ഹാജരാകണം. ലൈസൻസ് റദ്ദാക്കാതിരിക്കാനുള്ള കാരണം ഇന്ന് ബോധിപ്പിക്കണം. ഈ മാസം 13-ന് ഹൈക്കോടതി സഞ്ജുവിനെതിരെ കൂടുതൽ നടപടികൾക്ക് നിർദ്ദേശം നൽകും. ഇനി കായിക വാർത്ത. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ടീം ഇന്ത്യക്ക് തകർപ്പൻ വിജയം. അവസാന ഓവറിൽ 6 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെതിരായ വിജയം കൈവരിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയത് ഇന്ത്യയായിരുന്നു. 19 ഓവറിൽ 119 റൺസിനായിരുന്നു ഇന്ത്യ ബാറ്റിംഗ് പൂർത്തിയാക്കിയത്. വിജയം ഉറപ്പിച്ചായിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ബാറ്റിംഗിനായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.